ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഒറ്റ ചെറുപയർ ചെടിയിൽ നിന്ന് കിട്ടിയ ചെറുപയറാണ് ഇത് അത്രയും. അപ്പോൾ ഇന്നത്തെ അത് ആ ചെടി ഇന്നാണ് ഞാൻ പറിച്ചു കളഞ്ഞത് കേട്ടോ. അപ്പോൾ അതിലത്തെ ഇതാ കുറച്ച് ദിവസമായി പരിപാടി തുടങ്ങിയിട്ട് ഇത് ഉണങ്ങണതിനനുസരിച്ച് ഇങ്ങനെ പെറുക്കി കൂട്ടായിരുന്നു. അപ്പോൾ ഇത് കറി വയ്ക്കാനായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക് കൊണ്ട് ഒരു നല്ലൊരു ജൈവവളം തയ്യാറാക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഉള്ളിത്തോൽ കഷായം കൊടുത്തിട്ട് ഒരാഴ്ചയായി. അപ്പോൾ അടുത്തത് കടലപ്പിണ്ണാക്ക് വളം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ എന്താ പറയുക നന്നായിട്ട് വളരാനും പിന്നെ നല്ലൊരു ജൈവവളമാണ്. ഒരു കെമിക്കലൊന്നും ചേർക്കണില്ല, രാസവളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ജൈവവളം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഇത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ നമ്മുടെ ഉറുമ്പുകളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടാവും. ഉറുമ്പുകളൊക്കെ പെറുക്കിയും കൊണ്ട് പോയാൽ നമ്മുടെ ചെടികൾക്കൊന്നും കിട്ടില്ല കേട്ടോ. നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോവാവേ. ആദ്യം തന്നെ ഒരു ബക്കറ്റ് എടുത്ത് അതിലേക്ക് കടലപ്പിണ്ണാക്ക് ഇടുകയാണ് കേട്ടോ. നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് എന്നും ഇതിന് പറയും. അപ്പം ഞാൻ എൻ്റെ ചെടികൾക്ക് അനുസരിച്ച് അത്രേ എടുക്കണുള്ളൂ കേട്ടോ. ഒരു കയ്യിൽ എത്രയാണോ കിട്ടിച്ച് അത്രേ എടുക്കണുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണോ ചെടികളുള്ളത് അതിനനുസരിച്ച് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് എടുക്കാം കേട്ടോ. ഒരുപാട് എടുക്കൊന്നും വേണ്ട. ഇത് നമുക്ക് വളക്കടയിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് നല്ല ലൂസാക്കിയിട്ടുള്ള തെളി കഞ്ഞിവെള്ളം അല്ല, എന്നാൽ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം അല്ല കേട്ടോ. അതിൻ്റെ ഒരു മീഡിയം സൈസിലാക്കിയിട്ടാണ് ഞാനിതാ ഒഴിക്കുന്നത്. ഒരു പാത്രം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടി ഞാൻ ശർക്കരപ്പാനി കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ പാത്രത്തിൽ ഒരു 2-3 സ്പൂണൊക്കെ അളവുണ്ടാവും വലിയ സ്പൂണിൽ. അപ്പോൾ അത്രയും ഞാൻ ഒഴിക്കുന്നുണ്ട്. നമ്മളൊരു ശർക്കരേൻ്റെ അച്ചിടുകയാണ് ചെയ്യുക, പകുതി പൊട്ടിടുകയാണ് ചെയ്യുക. അപ്പോഴെന്താ വെച്ചാൽ നമുക്കൊരു 5 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം. ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്താലേ ഇത് റെഡിയായി കിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് പുളിച്ച് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ശർക്കര ചേർക്കണത്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെക്കുകയാണേ. അപ്പോൾ അടച്ച് വെക്കുന്നത് ഞാൻ വായുസഞ്ചാരമൊക്കെ കിട്ടുന്ന ഒരു ചാക്ക് എടുത്തിട്ടാണ് കേട്ടോ. നമുക്ക് ചണച്ചാക്കൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിതാ അങ്ങനെ അടച്ച് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഞാനിതൊന്ന് എടുത്ത് തുറന്നു നോക്കി, ഒന്നും കൂടി ഇളക്കിയിട്ടൊക്കെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ അടച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാനിതാ വൈകുന്നേരമാണ് എടുക്കണത്. ഇത് ഒരു കോലിട്ട് ഇങ്ങനെ ഇളക്കി നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ട്, ഇത് നല്ലോണം ബ്ലെൻഡായിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സംഗതി ഉഷാറായി വന്നിട്ടുണ്ട് നമ്മുടെ ജൈവവളം. ഞാനത് മുൻപേ ഉണ്ടാക്കിയിരുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ ഇതായിട്ടുണ്ട് വിട്ടുപോയി മോണിറ്റൈസേഷൻ ആവാനുള്ള തിരക്കിലും പിന്നെ ആദ്യത്തെ വരുമാനം വാങ്ങാനുള്ള തിരക്കിലൊക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ടുണ്ട് ടച്ച് വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ പിന്നെയും തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ഏതാ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുകയാണേ. നമ്മൾ ശർക്കര ഇട്ടും കൊണ്ട് ശർക്കരപ്പാനി ഒഴിച്ചും കൊണ്ടാട്ടോ അത്രയും നന്നായിട്ട് ഇത് വന്നത്, കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇനി അതൊന്നുകൂടി മിക്സാക്കി ആ തെളി ഒന്ന് ഊറാനായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ തെളി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അതിൻ്റെ മട്ട ആവശ്യമില്ല. മട്ട് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ ഉറുമ്പുകളുടെ ഇതും ഉണ്ടാവും. പിന്നെ അതൊരു പാട പോലെ ചെടീൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ വായുസഞ്ചാരമൊക്കെ കുറഞ്ഞിട്ടോ. അപ്പോൾ വേരുകൾക്ക് പടരാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനത് വലിയൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് ഈ ബക്കറ്റിൽ നിന്ന് മിക്സാക്കി ഇത് പോരാന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിൽ പകുതി വേറെ പാത്രത്തേക്ക് ഒഴിച്ച് ഇതിലേക്ക് പിന്നെ ഒരു ബക്കറ്റ് വെള്ളം കൂടി ഒഴിക്കുകയാണേ. ഇനി അതൊന്നും കൂടി ഊറാൻ വെച്ചിട്ട് ആ തെളിവെള്ളം പിന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ മറ്റേ വലിയ പാത്രത്തേക്ക് നമ്മൾ ഒഴിക്കണം. അപ്പോൾ ഞാനത് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് വേണമെങ്കിൽ എടുക്കാമെന്നേ ഉള്ളൂ. വേണമെങ്കിൽ എനിക്കൊരു ബക്കറ്റ് വെള്ളം കൂടി വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മാറ്റി വെച്ച് പിറ്റേ ദിവസം വളമായിട്ട് എടുക്കാം. പക്ഷേ ഇനി അത് എനിക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് കളയാനാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര ലൂസാക്കണോ അത്രയും നല്ലതാണ്. എന്താ പറയുക, കടലപ്പിണ്ണാക്ക് വളം ഏറ്റവും നല്ലതാണ് കേട്ടോ ചെടികൾക്ക്. പക്ഷെ നല്ല ലൂസാക്കണം എന്നുള്ളൂ. വെള്ളം എത്ര കൂടിയാലും കുറയാൻ പാടില്ല. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിൽ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ധൈര്യമായി ഒഴിച്ചു കൊടുക്കാം. വേരിലോ തണ്ടിലോ ഇലയിലോ ഒക്കെ തട്ടിയാലോ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിതാ ഒരു പാത്രത്തിന് 2 പാത്രം വീതം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ്. അപ്പോൾ ചെറിയ തൈകൾക്കടക്കം നമുക്ക് ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ തൈകളൊക്കെ ഞാൻ പറിച്ച് മാറ്റി നടാൻ വൈകിയത് കൊണ്ടാണ് കേട്ടോ ഇത് ചെറുതായിട്ട് നിൽക്കണം. ഇപ്പോൾ വളർന്ന് തുടങ്ങണേ ഉള്ളൂ. പറിച്ച് മാറ്റി നട്ടില്ല ആദ്യം മുതലേ. കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ഞാൻ പറിച്ച് മാറ്റി നട്ടത്. അതാണ് കുറച്ച് നല്ല വലുതുമായി പെട്ടെന്ന് അങ്ങോട്ട് അടിപൊളിയായി വളർന്നു. കുറച്ചങ്ങനെ വളർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കായും പൂവൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഇപ്പോൾ കായ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഇതാ പഴുത്തിട്ടില്ല, പച്ചക്കായകൾ നിറയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിലേക്കൊക്കെ എത്ര കാണിച്ച
ഇനി ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല തണുത്ത പച്ചവെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്